നമസ്കാരം. ഓരോ ദിവസവും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നേടുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസമുള്ളത്. ഈ 24 മണിക്കൂർ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും, പ്രായപൂർത്തിയായവരെല്ലാവരും 6 മണിക്കൂർ ഉറങ്ങണം. അത് അത്യാവശ്യമാണ്. അപ്പോൾ 6 മണിക്കൂർ ഉറങ്ങുന്ന നമ്മൾ, ബാക്കി നമുക്ക് ഒരു ദിവസമുള്ളത് 18 മണിക്കൂറുണ്ട്. ഈ 18 മണിക്കൂറിൽ നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ കരിയർ, അതല്ലെങ്കിൽ ബിസിനസ്, ഇങ്ങനെയുള്ള മേഖലകളിലേക്കായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 10 മുതൽ 12 മണിക്കൂർ ചിലവഴിക്കേണ്ടതായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 24 മണിക്കൂറിൽ 18 മണിക്കൂർ നമ്മൾ ഉറക്കത്തിനും അതേപോലെ തന്നെ നമ്മളുടെ കരിയറിനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നു. ബാക്കി 6 മണിക്കൂർ, ഈ 6 മണിക്കൂർ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിൽ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് ചിലവഴിക്കുവാനായിട്ട് കുറച്ച് സമയം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ തന്നെ പേഴ്സണലായിട്ടുള്ള ഹോബീസ്, നമുക്ക് മനസ്സിന് ഒരു ഉന്മേഷം തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതിന് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. മറ്റൊന്ന്, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാനായിട്ട്, നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാനായിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതുകൂടാതെ നമുക്ക് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ചിട്ടയായ വ്യായാമം അല്ലെങ്കിൽ യോഗയോ അത് ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ. നമുക്ക് ഭാവിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇത് മുൻകൂട്ടി നമുക്ക് കാണുവാനും അത് മനസ്സിൽ ഒരു വ്യക്തമായ ചിത്രം പോലെ, ഒരു ബ്ലൂ പ്രിന്റ് പോലെ അത് നമുക്ക് രൂപപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ഈ രീതിയിൽ നമ്മൾ മുൻകൂട്ടി ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും വേണം നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്ലാനിങ്. അതായത് നാളെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇന്ന് രാത്രിയിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് നാളത്തെ കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഒരുപക്ഷെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും അതൊന്ന് എഴുതുകയും ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കും. നേരെ മറിച്ച് നമ്മളൊന്നും എഴുതാതെ മനസ്സിലാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ചില ഐറ്റങ്ങൾ നമ്മൾ ഒരുപക്ഷെ സ്കിപ്പ് ചെയ്തു പോകും. അത് പിന്നീട് നമ്മൾ ഓർക്കുമ്പോഴേക്കും നമുക്ക് ഒരുപക്ഷെ സമയം ഉപയോഗിക്കാനുണ്ടാകുന്ന തരത്തിൽ. അതുകൊണ്ട് സമയം നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഈ പ്ലാനിങ് നമ്മളെ ഏറെ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് മുൻകൂട്ടി റിഹേഴ്സൽ എടുക്കുന്നത് പോലെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ടാസ്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് മാത്രമല്ല, പിഴവുകൾ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂറിൽ നമുക്ക് വിശ്രമത്തിനുള്ള സമയം ഉണ്ടാകണം, ഉറങ്ങുവാനുള്ള സമയം ഉണ്ടാകണം, നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയം ഉണ്ടാകണം. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടി മിനിമം നമ്മളൊരു പുതിയ ബുക്കിൽ ഒരു 20 പേജെങ്കിലും അതല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വായിക്കുവാൻ സമയം കണ്ടെത്തണം. അതോടൊപ്പം കുടുംബാംഗങ്ങളുമായിട്ട് കുറച്ചധികം സമയം ചിലവഴിക്കാൻ സാധിക്കണം. സൗഹൃദങ്ങൾ വലുതാക്കുവാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കണം. പേഴ്സണലായിട്ടുള്ള നമ്മുടെ ഹോബീസ്, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഭാവിയിലെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും സമയബന്ധിതമായിട്ട് മുൻഗണന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ, അതും നമ്മൾ എഴുതി തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളും സഫലമാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ വർഷം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും.